Hi, Tent. So, we were discussing about all the concept of surface areas and volumes, and today, and we have discussed all the equations, all the concept in the chapter surface area and volume from the first to last. Everything we have discussed, and only in front of us the next task is to solve out problems exercise by exercise, example by example. We have to go to each question in a very deeply. ഞാൻ ഡീപ്ലി എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇത് ക്യാപ്പൊക്കെ വെച്ചിട്ട് എന്താണെന്നൊക്കെ നോക്കി വിചാരിക്കും. ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം, ഇന്ന് നമ്മൾ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നില്ല. ഇന്ന് വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്ലാസ് ആണെങ്കിൽ ക്യാപ്പ് എടുക്കില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ 10th നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എനിക്ക് വന്ന ഒരു എനിക്കല്ല, അവരിൽ നിന്ന് ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഈ ചാപ്റ്റർ പഠിച്ച സമയത്ത് ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ അവരിൽ എത്തിക്കാൻ മാക്സിമം ശ്രമിച്ചു. എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ ഞാൻ അത്ര സക്സസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവർ റിസൾട്ട് കാണിച്ചു തരുന്നില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല, ലെറ്റ് ഇറ്റ് ബി. സോ നമുക്ക് യാത്ര പോയേ പറ്റുള്ളൂ. കാരണം വിജയൻ്റെ ഒരു ഡയലോഗ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് അങ്ങനെയാണ് കണക്കാക്കുന്നത്. കാരണം വിജയ്, നിങ്ങൾക്കറിയാം, സിനിമയുടെ വിജയ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഒരു ആസ് എ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് വിജയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു പുഴ, നമ്മളൊക്കെ പുഴകളാണ്. ഞാൻ പുഴയാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പുഴകളാണ്. പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഞാനും ഒഴുകും, നിങ്ങൾ ഒഴുകും. ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പുഴയ്ക്ക് വരാം, അല്ലേ? ഇടയ്ക്ക് ചിലപ്പം വഴി ഭയങ്കര തടസ്സം ഉണ്ടാക്കാം, അല്ലേ? വഴി ചിലപ്പം പുഴയുടെ വഴികൾ ചിലപ്പോൾ അടഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെ ഒഴുകി പോകുമ്പം അങ്ങനെ ഫസ്റ്റ് പുഴ ഒഴുകാൻ തുടങ്ങിയ സമയത്തൊക്കെ പുഴകൾ പല പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. പക്ഷേ പുഴയൊക്കെ അതിനെ വകച്ച് മാറ്റി ഒഴുകിക്കൊണ്ടിരിക്കും, വീണ്ടും ഒഴുകും. ഓക്കെ, ഇനിയിപ്പോൾ ഒഴുകാൻ സ്ഥലമില്ലെങ്കിൽ എല്ലാത്തിനും നിരത്തിക്കൊണ്ടങ്ങ് ഒഴുകും. അതുപോലെ തന്നെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുമ്പിൽ എന്ത് ബ്ലോക്ക്സ് വന്നാലും നമ്മൾ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ പോയിന്റിലോട്ട് വരട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ക്ലാസ് എടുത്ത സമയത്ത് സർഫസ് ഏരിയൻ വോളിയൂംസിൻ്റെ ടോപ്പിക്സ് എടുത്തപ്പം അവരെ പരമാവധി കോൺസെപ്റ്റ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കുട്ടികൾ അതത്ര കാര്യമായിട്ട് കേട്ടില്ല. ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ഒന്നും ചെയ്യാനല്ല, ഒരു പ്രോബ്ലം കണ്ടാൽ അതിന് ഏത് രീതിയിൽ ചിന്തിക്കണം എന്ന് നിങ്ങളോട് പറയാനാണ് ഈ സെഷൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഷന് ശേഷം അടുത്ത സെഷൻ മുതലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ തരും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ മാത്തമാറ്റിക്കലി അതിനെ കാണണം എന്നുള്ളതാണ് ഈ സെഷനിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, 9ാം ക്ലാസ്സിലെ സർഫസ് ഏരിയൻ വോളിയൂംസ് എന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, 9th സർഫസ് ഏരിയൻ വോളിയൂംസിൽ നമ്മൾ ഇപ്പം സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ സിലിണ്ടർ മാത്രം പഠിക്കും, അല്ലേ? അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യും. പിന്നെ സ്ഫിയർ പ്രത്യേക സെഷനായിട്ട്, കാരണം അല്ലേ, സ്ഫിയറിൻ്റെ ഒരു സെഷൻ മാത്രം ഉണ്ടായിരുന്നു, സിലിണ്ടറിൻ്റെ ഒരു സെഷൻ മാത്രം ഉണ്ടായിരുന്നു, അങ്ങനെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ സിലിണ്ടറും സ്ഫിയറും അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല. ഇത് എല്ലാം കൂടെ ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം നിങ്ങൾക്കത് വ്യക്തമാവും, ഞാൻ 2-3 സോളിഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ് എടുക്കും. ഒരു ക്യൂബ് എടുക്കും, ഒരു സിലിണ്ടർ എടുക്കും. എന്നിട്ട് ഈ സിലിണ്ടർ എടുത്ത് ക്യൂബിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ അത് ടോട്ടൽ വേറൊരു രീതിയിലുള്ള സോളിഡ് ആയില്ലേ. ഒരു ക്യൂബ് എൻ്റെ കയ്യിൽ, അതിൻ്റെ മേലൊരു സിലിണ്ടർ അങ്ങ് എടുത്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അത് വേറെ എന്തോ രീതിയിലുള്ള ആയി. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മുസ്ലിംസ് ചർച്ചിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. മുസ്ലിംസ് ചർച്ച് ഓൾമോസ്റ്റ് ക്യൂബോയിഡ് ഷേപ്പിലാണ്. ക്യൂബോയിഡ് ഷേപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഡൂമോ അങ്ങനെ എന്തോ അല്ലേ പറയും. ഓക്കെ, മുസ്ലിം ചർച്ച് എന്നല്ല, ഇനി എവിടെയാണെങ്കിലും ഒരു ഡൂമ് പോലേക്ക് ഇങ്ങനെ, അല്ലേ, ഒരു ഹെമിസ്ഫിയർ പോലെ കാണും. അതായത് ക്യൂബോയിഡിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ വെച്ചേക്കുന്നു. അങ്ങനെയുള്ള സോളിഡ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെയുള്ള സോളിഡ്സിനെ നമ്മൾ വളരെ വ്യക്തമായി അനലൈസ് ചെയ്തിട്ട് അതായത് ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അതായത് ഏറ്റവും നന്നായി ഏത് കുട്ടിക്കാണോ പ്രാക്ടിക്കലായിട്ടുള്ള ഈ കോൺസെപ്റ്റൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസാണ് ഇത് മൊത്തം. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണിത് മൊത്തം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താറുണ്ട് നിങ്ങൾ, വെരി ഗുഡ്. അപ്പോൾ പക്ഷേ ശ്രദ്ധിക്കുക വ്യക്തമായിട്ട്. കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ ഇന്നത്തെ വീഡിയോ നന്നായിട്ട് കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരിക്കും. അപ്പം ശ്രദ്ധിച്ചായിരിക്കാം. ഷാൽ വി? യെസ്, കം വിത്ത് മീ. സി, അപ്പം ഇതിൽ ഒരു കാര്യം തൊപ്പി വെക്കാൻ മറന്നുപോയി. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നോട്ട്
പ്രോപ്പറായിട്ട് തരാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യല്ല, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒന്നുമല്ല, തിയറം ഡിസ്കഷൻ. അപ്പോൾ തിയറം അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന് നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തമായ വേർഡ്സിൽ എഴുതണം, എഴുതിയിട്ടുണ്ടാവണം. എന്തെങ്കിലും കാണിച്ചു വെച്ച് എനിക്ക് അയക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് തൊട്ട് മുമ്പ് അയച്ച നോട്ടിൽ എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആണ് സീരിയസ്ലി. കാരണം എനിക്ക് ടീച്ചേഴ്സ് ഡേക്ക് നിങ്ങളൊന്നൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. പല കുട്ടികളും നോട്ട് ചെയ്ത് നോക്കി, സ്കെയിലൊക്കെ വരച്ച് പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് നോട്ട്. അതുപോലെ ഈ നോട്ട് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങളുടേതായ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ. ഷാൽ ബി യെസ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ 2 സോളിഡ്സ് എടുക്കാൻ പോവാണ്. 2 സോളിഡ്സ് ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ ഒരു സിംഗിൾ സോളിഡ് വെച്ചിട്ടുള്ള പരിപാടിയല്ല, പല സോളിഡ് മിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു സോളിഡ് ഉണ്ട്. ദിസ് ഈസ് ഇന്നലെ നമ്മൾ ഇന്നലെയല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ സോളിഡാണിത്. എന്താണത് പറയൂ. ദിസ് ഈസ് വാട്ട് ഈസ് ഫ്രസ്റ്റം. ഫ്രസ്റ്റം സിലിണ്ടർ അല്ല, ഇത് ഫ്രസ്റ്റമാണ്. ഓക്കെ, ഫ്രസ്റ്റം ഓൾറെഡി സിലബസിൽ നിന്ന് ഔട്ട് ചെയ്തതാണ്. പക്ഷേ ഫ്രസ്റ്റം വീണ്ടും എന്തിനാണ് സാറേ ഈ ഫ്രസ്റ്റം കൊണ്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഗ്ലാസ് ഇല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഫ്രസ്റ്റമാണ്. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാനല്ലേ ഫ്രസ്റ്റം എങ്കിൽ ഫ്രസ്റ്റം. അതിന് മേലെ ഇതെന്താണെന്ന് അറിയാമെങ്കിൽ ഈ സബർ ജെല്ലി, ഫ്രഷ് സബർ ജെല്ലി ഞാൻ എന്താക്കിയെന്നറിയോ, ഇങ്ങനെ നടുക്കുന്ന മുറിച്ചു. ഇങ്ങനെ മുറിക്കുമ്പോൾ ഇപ്പോഴും ഇതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ നീര് വീഴുന്നുണ്ട്. ഓക്കെ, ഫ്രഷ് സബർ ജെല്ലിയാണ്. കാണുമ്പോൾ അത്ര ഫ്രഷ്നെസ് ഇല്ലല്ലേ, പക്ഷേ ഫ്രഷ് ആയിട്ട് മേടിച്ചപ്പോൾ ഫ്രഷ് ആയിരുന്നു. ഈ ഗ്ലാസ് വേണ്ട, അത് പറ്റില്ല. ഈ ഗ്ലാസ് എടുത്തു. ഈ ഗ്ലാസ് ഇനി പ്രോബ്ലം വിഷമം നിങ്ങൾക്ക് ഗ്ലാസ് മാറ്റിയതുകൊണ്ട്. ഓക്കെ, എന്ത് വിഷമിക്കാം അല്ലേ. അപ്പോൾ ഈ ഗ്ലാസ് ഇവിടെ വെച്ചു, അധികം നീക്കാൻ പറ്റില്ല, താഴെ വീഴും. ഓക്കെ, ഈ ഗ്ലാസ്സിന് മുകളിൽ നിങ്ങൾ വിചാരിക്കും സാറ് ഇടയ്ക്ക് ചളി അടിക്കുന്നുണ്ടെന്ന്. അത് ഇടയ്ക്കൊരു ചളിയൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ അടിക്കുന്ന ഇടയ്ക്ക്. ഇപ്പോൾ നോക്കാം. ഈ ഫ്രസ്റ്റത്തിന് മേലെ ഞാനൊരു സബർ ജെല്ലിൻ്റെ പകുതി വെക്കുകയാണ്. സബർ ജെല്ലിൻ്റെ പകുതി എന്നാണോ മാത്തമാറ്റിക്കലി നമ്മൾ ഇതിനെ കാണേണ്ടത്? എങ്ങനെയാണ് കാണേണ്ടത്? ഒരു ഗ്ലാസിൻ്റെ മേലെ സാറ് സബർ ജെല്ലിൻ്റെ പകുതി കയറ്റി വെച്ചു എന്നാണോ മാത്തമാറ്റിക്കലി പറയുമ്പോൾ എന്താ പറയുക? എ ഹെമിസ്ഫിയർ ഈസ് മൗണ്ടഡ് ഓൺ എ ഫ്രസ്റ്റം എന്നാണ് ഇതിനെ പറയുക. ഇതൊരു ഹെമിസ്ഫിയർ ഷേപ്പാണത്. ഇത് ഹെമിസ്ഫിയർ ആണല്ലോ. ഈ ഹെമിസ്ഫിയറിനെ ഞാനൊരു ഫ്രസ്റ്റത്തിൻ്റെ മുകളിൽ എടുത്തു വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കേസ് എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഹെമിസ്ഫിയർ മൗണ്ടഡ് ഓൺ എ ഫ്രസ്റ്റം. ഇതാണ് കേസ്. ഇതിനെ നിങ്ങൾ എങ്ങനെയൊക്കെ ഇതിനൊന്ന് നിങ്ങൾ ആദ്യം കണ്ടേ, നല്ല വ്യക്തമായി കണ്ടു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ താഴത്തെ പോർഷൻസ് ഒരു ഫ്രസ്റ്റമാണ്, മുകളിൽ ഹെമിസ്ഫിയറാണ്. ഈ ഫ്രസ്റ്റത്തിൻ്റെ മുകളിലെ സർക്കിളാണ് വലുത്, താഴത്തെ സർക്കിളാണ് ചെറുത്. ഫ്രസ്റ്റത്തിന് എന്തായാലും 2 സർക്കിളും ബോത്ത് സർക്കിൾസ് ആർ ഇൻ ഡിഫറെൻറ്റ് സൈസ് നോ. ഓക്കെ, ആൻഡ് തിങ്ക് ഇൻ അനദർ വേ. ദാറ്റ് മീൻസ് ഈ സർക്കിളിൻ്റെ വലിപ്പവും ഈ ഹെമിസ്ഫിയറിൻ്റെ ബേസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ വലിപ്പവും ഒന്നായിരുന്നു. നോക്കി, ഒന്നാണ്. ഈ ഫ്രസ്റ്റത്തിൻ്റെ മുകളിലുള്ളതാണല്ലോ ഈ സർക്കിൾ. ഇതാണല്ലോ ഫ്രസ്റ്റത്തിൻ്റെ മുകളിലുള്ള സർക്കിൾ. അതും ഈ മുകളിലുള്ള ഹെമിസ്ഫിയറിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു സർക്കിൾ ഉണ്ടല്ലോ, അത് രണ്ടിൻ്റെയും സെയിം സൈസ് ആയിരിക്കുമല്ലോ. ഇതാണ് ഹെമിസ്ഫിയറിൻ്റെ ബേസ് ആയിട്ടുള്ള സർക്കിളല്ല, സർക്കിളാണെന്ന് വിചാരിക്കുക. ഓൾമോസ്റ്റ് സർക്കിളാണല്ലോ. ഈ സർക്കിളിൻ്റെ സൈസും ഈ സർക്കിളിൻ്റെ സൈസും ഒന്നായത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ വെക്കാൻ പറ്റുന്നത്. കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ചേർന്നത്. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, എന്നാലും പോട്ടെ. നിങ്ങൾ അത് കാണേണ്ട, നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി. കണ്ടില്ലേ, ഈ ഹെമിസ്ഫിയറിൻ്റെ താഴത്തെ സർക്കിളും ഇതിൻ്റെ ഈ ഫ്രസ്റ്റത്തിൻ്റെ മുകളിലെ സർക്കിളിൻ്റെയും സൈസ് ഒന്ന് തന്നെയാണ്. അതാണ് അടുത്തത് മനസ്സിലാക്കേണ്ടത്. ഇനി സപ്പോസ് ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഇതിന് പല ഡയമെൻഷൻസൊക്കെ ക്വസ്റ്റ്യനിൽ തരും. ഹൈറ്റ് ഓഫ് ദ ഫ്രസ്റ്റും റേഡിയസ് ഓഫ് ദ അതും ഇതെന്നൊക്കെ പറഞ്ഞ് തരും. പക്ഷേ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ സിറ്റുവേഷൻ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ദിസ് ഈസ് ദ ടോട്ടൽ സോളിഡ്. So someone has created a solid like this by using concrete or something like that. Okay, so this is the shape or this is the building. Suppose this is a building. ഇപ്പോൾ ഏകദേശം ഒരു ബിൽഡിങ് പോലെയായി അല്ലേ? ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ I am going to calculate the total volume of this building. How you can calculate the volume of the building? Volume of frustum plus volume of hemisphere will give you the total volume, isn't it? Let me write that first. So let us give a stylish site heading: exploring practical cases or practical cases. Exploring practical cases in application of trigonometry എന്ന് കൊടുക്കാമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്തോളൂ. Exploring practical cases in application of trigonometry. And let me draw this shape in here.
സോ ദിസ് ഈസ് എ ഫ്രസ്റ്റം. ഓക്കെ, നോട്ട് പരമാവധി തരാം, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക. ദിസ് ഈസ് ദ ഹെമിസ്ഫിയർ ആൻഡ് ദിസ് ഈസ് ദ ടോട്ടൽ സോളിഡ്. Okay, so here this is the figure. According to this figure, let us analyze how we will get volume. How we will get the volume. How we will get the volume of, tell me, frustum plus volume of hemisphere. Which is the formula for calculating the volume of frustum? Substitute here. So നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്താൽ മതി, പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്താൽ മതി. അതിനുള്ള റിലാക്സേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് കേസ് മാത്രം ട്രീറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഫോർമുല എഴുതലും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യലൊക്കെ അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നാൽ അതപ്പോൾ ചെയ്യാതെ മതിയല്ലോ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ കേസ് മാത്രം പഠിക്കുന്നത്. എന്താണ് നമ്മൾ കാണേണ്ടത്? ഇതാണല്ലോ അതിൻ്റെ മെയിൻ, ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ എളുപ്പത്തിൽ ചെയ്യും. വോളിയം ഓഫ് ഫ്രസ്റ്റം പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ കേസ് ഓഫ് വോളിയം. സപ്പോസ് ഇഫ് ഐ നീഡ് സർഫസ് ഏരിയ, അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാനൊരു ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാണ് എൻ്റെ ബിൽഡിംഗ്, വലിയൊരു ബിൽഡിംഗ് ആട്ടോ ഇത് ആണെന്ന് വിചാരിക്കാം. ഈ ബിൽഡിംഗ് പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ചേട്ടൻ എവിടെയൊക്കെ പെയിൻറ്റ് അടിക്കും? ദാറ്റ് ഈസ് വാട്ട് ഈസ് സർഫസ് ഏരിയ ഓർ ദാറ്റ് ഈസ് വാട്ട് ഈസ് ടോട്ടൽ സർഫസ് ഏരിയ. അതായത് ഞാനൊരു ചേട്ടനെ വിളിച്ചിട്ട്, ചേട്ടാ ഇതൊന്ന് പെയിൻറ്റ് അടിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പെയിൻറ്റ് അടിക്കുന്നു അല്ലേ. അപ്പോൾ ചേട്ടൻ പെയിൻറ്റ് അടിക്കുമ്പം എന്താണ്, ചേട്ടൻ ഏതൊക്കെ ഭാഗം പെയിൻറ്റ് അടിക്കുന്നു അതിനെയാണ് ഇവിടെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരാൾ പെയിൻറ്റ് അടിക്കുന്നു ഇതിനെ. അപ്പോൾ ഏതൊക്കെ ഭാഗം പെയിൻറ്റ് അടിക്കുക ചേട്ടൻ? ഇത് ബിൽഡിംഗ് ആണേ. അപ്പോൾ ഏതൊക്കെ ഭാഗം പെയിൻറ്റ് അടിക്കും? ചേട്ടൻ ബ്രഷ് എടുത്തു, ചേട്ടൻ ഇതിന് ആദ്യം ഈ ഫ്രസ്റ്റത്തിൻ്റെ കേവ്ഡ് ആയിട്ടുള്ള പോർഷൻ പെയിൻറ്റ് അടിച്ചു. പിന്നെ ഈ ഹെമിസ്ഫിയറിൻ്റെ കേവ്ഡ് ആയിട്ടുള്ള പോർഷനും പെയിൻറ്റ് അടിച്ചു. ഇത് രണ്ടുമല്ലാതെ ആ ചേട്ടൻ എവിടെയെങ്കിലും പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിൻ്റെ മേലെ ഫിക്സഡാണ്. അതായത് ഫ്രസ്റ്റത്തിൻ്റെ കേവ്ഡ് ആയിട്ടുള്ള പോർഷനും ഈ ഹെമിസ്ഫിയറിൻ്റെ കേവ്ഡ് ആയിട്ടുള്ള പോർഷനും പെയിൻറ്റ് അടിക്കാം. അല്ലാണ്ട് ഈ ചേട്ടനെ ബിൽഡിംഗ് എടുത്ത് പൊന്തിച്ചിട്ട് അടിഭാഗം ഇതിൻ്റെ അടിഭാഗം പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ? കാരണം അത് ഇത് ബിൽഡിങ്ങാണ്. ഇത് ഗ്ലാസും ഹെമിസ്ഫിയറും ഞാൻ മോഡൽ തന്നാണ്. ഇതൊരു ബിൽഡിങ്ങാണ്. അയാൾ ബാഹുബലിയൊന്നുമല്ലല്ലോ എടുത്ത് പൊന്തിച്ചിട്ട് അടി പെയിൻറ്റ് അടിക്കാൻ. ഇല്ല. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് എന്തൊക്കെയാണ് പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ, എന്തൊക്കെയാണ് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടെൽ മീ. കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഫ്രസ്റ്റം പ്ലസ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ വിൽ ഗീവ് യു ദ റിക്വയർഡ് സർഫസ് ഏരിയ. Caved surface, this portion is known as caved surface of frustum plus this portion is known as caved surface of hemisphere. That much only can be painted. So that is what is the surface area. Substitute the formula here, substitute the formula here. All those things we will do it later while we solving problem. I think this is very clear for you, no? Okay. പെയിൻറ്റ് അടിക്കുന്നത് എവിടെയൊക്കെയാണ് പെയിൻറ്റ് അടിക്കുക? അത് അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ വളരെ എളുപ്പമാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. പെയിൻറ്റ് അടിക്കുമ്പോൾ അയാൾ ഇവിടെ പെയിൻറ്റ് അടിച്ചുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ? അടിഭാഗം പെയിൻറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ബേസ് ഏരിയയും കൂടെ ആഡ് ചെയ്യണമായിരുന്നു. പക്ഷേ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അടിഭാഗം പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ? അടിഭാഗം പെയിൻറ്റ് അടിച്ചെങ്കിൽ മാത്രമാണ് ബേസ് ഏരിയ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസ് ഏരിയ ആഡ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇത് ബിൽഡിംഗ് ആണ്, എടുത്ത് പൊന്തിച്ചിട്ട് പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല. ഇനി സപ്പോസ് ഇതൊരു ടോയ് ആണെന്ന് വിചാരിക്കാം. അതാണ് പറയുന്നത്, പല കേസിൽ പല ഇത് ടോയ് ആണ്. അതായത് ടോയ് കളിപ്പാട്ടം ആണെന്ന് വിചാരിക്കുക. ഈ ഷേപ്പിലുള്ളൊരു കളിപ്പാട്ടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പെയിൻറ്റ് അടിക്കാൻ നേരത്തെ അടിഭാഗവും പെയിൻറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ കേവ്ഡ് സർഫസ് ഏരിയ ഇവിടം വരെ എഴുതി നിർത്തിയാൽ ഇവിടെ പ്ലസ് ബേസ് ഏരിയ ഓഫ് ഫ്രസ്റ്റം എന്ന് ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ഇഫ് ഇറ്റ് ഈസ് എ ടോയ്. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. അതുകൊണ്ട് ഒരു സംശയമില്ല, ഞാൻ പറയുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഐ തിങ്ക് this is very clear, no? Okay, any problem? And let me tell you one thing here. ഈ മുകളിലുള്ള ഈ ഫ്രസ്റ്റത്തിൻ്റെ റേഡിയസും ഈ ഫ്രസ്റ്റത്തിൻ്റെ മുകളിലുള്ള സർക്കിളിൻ്റെ റേഡിയസും ഈ ഹെമിസ്ഫിയറിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന സർക്കിളുണ്ട് അതിൻ്റെ റേഡിയസും എന്താണ്? ഈക്വലാണ്. അതും കൂടെ മനസ്സിലാക്കി വെച്ചേക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ എഴുതിയേക്ക്. കാരണം എന്താ റേഡിയസ് ഈക്വൽ ആവാൻ കാരണം എന്താ? ഈ സർക്കിൾ ഇവിടെയുള്ള ഈ ഫ്രസ്റ്റത്തിൻ്റെ മുകളിലുള്ള ഈ സർക്കിളും ഈ ഹെമിസ്ഫിയറിൻ്റെ ഈ സർക്കിളും ഒരേ സൈസാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെ കാരണമാണ് കറക്റ്റായിട്ട് ചേർന്നിരിക്കാത്തത്. കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് അല്ലേ? ചേർന്നിരിക്കാനുള്ള കാരണം എന്താ? ഈ ഹെമിസ്ഫിയറിൻ്റെ സർക്കിളിൻ്റെ സൈസും ഈ ഫ്രസ്റ്റത്തിൻ്റെ സർക്കിളിൻ്റെ സൈസും ഒന്നാണ്. അതായത് അത് നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് റേഡിയസ് ഓഫ് ദ ഈ സിറ്റുവേഷനിൽ എന്ത് നിങ്ങൾക്ക് കൂടെ പറയാം. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. അതുകൊണ്ടാണ് അത് നിങ്ങൾ എഴുതി വെക്കുക വേണ്ട. ഇനി കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കുക ഈ ഫ്രസ്റ്റത്തിൻ്റെ അപ്പർ സർക്കിളിൻ്റെ റേഡിയസും ഈ ഹെമിസ്ഫിയറിൻ്റെ സർക്കിളിൻ്റെ റേഡിയസും ഈക്വലാണ്. അതുകൊണ്ടാണ് കറക്റ്റ് ചേർന്നിരിക്കുന്നത്. റേഡിയസ് ഈക്വൽ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേനെ. ഓക്കെ, I think this situation is very clear for you. And let me analyze another situation. Suppose this is
your situation. Suppose this is the next situation. How we can treat this? Lower portion is a frustum, upper portion is a frustum. Two frustums are joined like this. Okay. And this bottom is fixed at here, fixed at the platform. This bottom of this frustum is already fixed. Okay, it is concreted with the base, so we cannot take it out. Okay, and suppose I need volume, total volume of the air inside it. How we can calculate? Volume of the lower frustum plus volume of the upper frustum. Very clear, no doubt in that, isn't it? So this is the case, and you can write what total volume of the air inside it is equal to, ഒരു example ആട്ടോ, volume of the air inside it is equal to volume of the lower frustum plus volume of the upper frustum. Okay, അത്ര എഴുതാം. അതാണ് വോളിയത്തിൻ്റെ കാര്യം. Suppose I need surface area. Okay, that means if I am going to paint it, which all surface I can paint? First of all, I can easily paint the caved surface area of the lower frustum, isn't it? So in surface area, that belongs caved surface area of lower frustum plus then caved surface area of upper frustum, isn't it? Caved surface area of upper frustum. പെയിൻ്റ് അടിക്കാൻ നേരത്ത് ഇത്ര ഞാൻ പെയിൻ്റ് അടിച്ചു. കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ലോവർ ഫ്രസ്റ്റം പ്ലസ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് അപ്പർ ഫ്രസ്റ്റം. അത് മാത്രമാണ് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പെയിൻ്റ് അടിച്ചു വിടാം മക്കളെ, ഇല്ലേ? അതേതായിരിക്കും പറയുക? ഈ ഫ്രസ്റ്റത്തിൻ്റെ ഈ മുകളിലുള്ള ഫ്രസ്റ്റത്തിൻ്റെ അപ്പർ സർക്കിളാണ് ഇതാണ് ലോവർ സർക്കിൾ, ആ പോർഷൻ ഇല്ലേ? അപ്പോൾ എന്തെന്ന് എഴുതാം? അപ്പർ സർക്കിൾ അല്ലെങ്കിൽ ഇത് ബിഗ്ഗർ സർക്കിൾ, ഇത് സ്മോളർ സർക്കിൾ എന്ന് എഴുതി അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ലോവർ ഫ്രസ്റ്റവും കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ അപ്പർ ഫ്രസ്റ്റത്തിൻ്റെയും കൂടെ അപ്പർ ഫ്രസ്റ്റത്തിൻ്റെ അപ്പർ പോർഷൻ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും. അതും കൂടെ അതിൻ്റെ ഏരിയയും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം എന്താ? അത് വിസിബിളാണ്, അടിക്കാൻ പറ്റുമോ അവിടെ? ഇസ്ൻ്റ് ഇറ്റ്? എനിവേ ദിസ് പോർഷൻ ഇസ് നോട്ട് വിസിബിൾ. ഇതിൻ്റെ താഴ്ഭാഗം വിസിബിൾ അല്ലെങ്കിലും ഇതിൻ്റെ മേൽഭാഗം വിസിബിൾ ആണല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. എന്താണ് എഴുതുക? ടെൽ മീ. ഏരിയ ഓഫ് upper circular portion of upper frustum. Area of upper circular portion of upper frustum. അപ്പം കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഫ്രസ്റ്റം ഫോർമുല നിങ്ങൾക്ക് അറിയാം, പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു എൽ ആണ്. ഇവിടെയും ആ ഫോർമുല തന്നെയാണ് വരിക, പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു എൽ. പിന്നെ ഇവിടെ ഏരിയ ഓഫ് അപ്പർ സർക്കുലർ പോർഷൻ ഓഫ് അപ്പർ ഫ്രസ്റ്റം എന്ന് പറയുമ്പം ഈ സർക്കുലർ പോർഷനാണല്ലോ ഉദ്ദേശിക്കുന്നത്. ആ സർക്കിളിൻ്റെ ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ. ഇവിടുത്തെ റേഡിയസ് എത്രയാണോ അത് വെച്ചിട്ട് പൈ ആർ സ്ക്വയർ വെച്ച് അതിൻ്റെ ഏരിയ കിട്ടും. ഐ തിങ്ക് ദിസ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഉപയോഗിക്കാം, ഇതിൻ്റെ ഫോർമുല ഉപയോഗിക്കാം. കേവ്ഡ് സർഫസ് ഏരിയയ്ക്ക് ഫോർമുല ഉണ്ട്, പക്ഷേ ഇവിടുത്തെ സർക്കിളിൻ്റെ ഏരിയ ഫോർമുല നമുക്ക് ഓൾറെഡി സർക്കിളിൻ്റെ ഫോർമുല ഉപയോഗിച്ചാൽ മതി, പൈ ആർ സ്ക്വയർ. കാരണം ഇതൊരു സർക്കിളാണല്ലോ. ഐ തിങ്ക് ദിസ് ഈസ് ഓൾസോ വെരി ക്ലിയർ ഫോർ യു നോ. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ് ദോസ് സോളിഡ്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമല്ല ഞാൻ ഈ കാണിച്ചു തരുന്ന സോളിഡ് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഉള്ളൂ എന്നല്ല കേട്ടോ. ഞാൻ തരുന്ന സോളിഡ്സ് ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ കണ്ടേക്കില്ല. ഞാൻ പറയുന്നത് കോൺസെപ്റ്റ് എങ്ങനെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള സോളിഡ്സ്, ഇപ്പം ഇത് മനസ്സിലായ നിങ്ങൾ ഏത് സോളിഡിൻ്റെ കാര്യവും മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അനദർ ടൈപ്പ് ഓഫ് സോളിഡ് such that I am going to place I am going to mount a hemisphere on a cuboid. I am going to place a hemisphere on a cuboid. Okay, and we are going to analyze that. Shall we? Come with me. This is it. See, hemisphere mounted on a cuboid. Okay, and suppose it is a toy. That means we can easily take it out. Okay, it's a toy. Okay, ഒരു കളിപ്പാട്ടാണെന്ന് വിചാരിക്കുക. എൻ്റെ മോന് ഞാൻ മേടിച്ച കളിപ്പാട്ടാണിത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതാണ് ഒരു ടോയ് ആണ്. അപ്പം ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഇത് ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഓൾറെഡി ഫിക്സഡ് ആണ്. കാരണം ടോയ് ആണല്ലോ, സ്ക്രൂ ഒക്കെ അയച്ചിട്ട് നിങ്ങൾ പുറത്തെടുക്കാന്നല്ലാണ്ട് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊരു ടോട്ടൽ ടോയ് ആണ്, ഇതൊരു ടോട്ടൽ സോളിഡാണ്. ഇങ്ങനെ ഉയർത്താമെന്ന് മാത്രം. ഓക്കെ, ഇതിൻ്റെ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ എവിടെയൊക്കെ പെയിൻ്റ് അടിക്കും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്യാൻ യു പെയിൻറ്റ് ദ ടോട്ടൽ സർഫസ് ഓഫ് ക്യൂബോയിഡ്? എനിവേ ഇത് പെയിൻ്റ് അടിക്കുമ്പം കേവ്ഡ് സർഫ് ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇതിവിടെ ഫിക്സഡ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നത്. ഈ പോർഷൻ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം, അതായത് ഈ ഹെമിസ്ഫിയറിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ പെയിൻ്റ് അടിക്കാം. എനി ഡൗട്ട് ഇൻ ദാറ്റ്? ക്യാൻ യു പെയിൻറ്റ് ഹിയർ? ക്യാൻ യു പെയിൻറ്റ് ദിസ് പോർഷൻ? No. Why? Because it is fixed. We cannot take it out. Okay. So anyway, curved surface area of the hemisphere can be painted. And പിന്നെ
ഈ ക്യൂബോർഡിൻ്റെ ടോട്ടൽ സർഫസ് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും. ടോട്ടൽ സർഫസ് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും. ക്യൂബോർഡിൻ്റെ ടോട്ടൽ സർഫസ് എന്ന് വെച്ചാൽ അടിയും മുകളിലും ഒക്കെ പെയിൻ്റ് അടിക്കാൻ പറ്റും? ഇല്ല. ബാക്കി ഇതിൻ്റെ ചുറ്റും പെയിൻ്റ് അടിക്കാം, അടിഭാഗവും ഇങ്ങനെ നിങ്ങൾക്ക് എടുത്ത് പെയിൻ്റ് അടിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മുകൾ ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റും? ഇല്ല. ഈ ഹെമിസ്ഫിയറിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമേ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുകയുള്ളൂ. ഐ തിങ്ക് the situation is very clear for you. That means I need to calculate. See, this is the, in order to draw, limitation is there, but let me try to draw it. Okay, കുറച്ച് ലിമിറ്റഡ്. അപ്പം വരയ്ക്കുമ്പോൾ അതത്ര ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ. ഓക്കെ, ഒരുവിധം ക്ലിയർ ആയില്ലേ? സോ ലെറ്റ് മീ കാൽക്കുലേറ്റ്. ഐ നീഡ് സർഫസ് ഏരിയ. ഓക്കെ, സർഫസ് ഏരിയ, ഐ ഹാവ് ടു കാൽക്കുലേറ്റ് സർഫസ് ഏരിയ. ഓക്കെ, അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പം ഏതൊക്കെ സർഫസ് ഏരിയ വരും, ഏതൊക്കെ പെയിൻ്റ് അടിക്കാം, ഏതൊക്കെ ഭാഗം പെയിൻ്റ് അടിക്കാം? എനിവേ, കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ ക്യാൻ ബി പെയിൻറ്റഡ്. ദാറ്റ് മീൻസ് ദിസ് പോർഷൻ ക്യാൻ ബി ഈസിലി പെയിൻറ്റഡ്. സോ നോ ഡൗട്ട് ഇൻ ദാറ്റ്. സോ ഇൻ സർഫസ് ഏരിയ, കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈസ് ഇൻക്ലൂഡഡ്. പ്ലസ് പിന്നെ ഏത് ഭാഗം പെയിൻ്റ് അടിക്കാം? ഈ ക്യൂബോർഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈഡിലെ ലാറ്ററൽ സർഫസും വന്നു, താഴെയും വന്നു, മുകളിലും വന്നു. പിന്നെ താഴെയും പെയിൻ്റ് അടിക്കാം, ലാറ്ററൽ സർഫസും പെയിൻ്റ് അടിക്കാം. പക്ഷേ കാരണം താഴെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എടുക്കാമെന്ന് പറഞ്ഞല്ലോ, താഴെയും പെയിൻ്റ് അടിക്കാം, ഈ ലാറ്ററൽ സർഫസ് എന്നും പെയിൻ്റ് അടിക്കാം. പക്ഷേ മുകളിൽ അപ്പർ ഫേസ് അല്ലെങ്കിൽ അപ്പറായിട്ടുള്ള ഈ റെക്റ്റാങ്കിൾ ആണല്ലോ, ആ റെക്റ്റാങ്കുലർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നിന്ന് ഏത് ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റില്ല? ഈ ഹെമിസ്ഫിയറിൻ്റെ താഴെ വരുന്ന ഈ സർക്കുലർ പോർഷൻ ഉണ്ടല്ലോ, ഹെമിസ്ഫിയറിൻ്റെ താഴെ സർക്കുലർ പോർഷൻ ആണല്ലോ, ഈ ഹെമിസ്ഫിയറിൻ്റെ താഴെ വരുന്ന ഈ സർക്കുലർ പോർഷൻ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. എനി ഡൗട്ട്? നോ ഡൗട്ട് ഇൻ ദാറ്റ്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. സർഫസ് ഏരിയ എനിക്ക് വേണ്ടത് റിക്വയർഡ് സർഫസ് ഏരിയ ആണ്. റിക്വയർഡ് സർഫസ് ഏരിയ ഇസ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് can I write total surface area of cuboid? That means can I paint total surface area of cuboid? No, total surface area of cuboid പറ്റില്ല. കാരണം എന്താ? അതിൽ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണം. ആ ഭാഗം ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡ് എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് മൊത്തം ടോട്ടൽ സർഫസും പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നിങ്ങളൊരു കുറച്ച് ഭാഗം അവോയ്ഡ് ചെയ്തിട്ടേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഭാഗം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡിൽ നിന്ന് അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഏത് ഭാഗം സബ്ട്രാക്ട് ചെയ്യുന്നത് കളയേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡ് എന്ന് പറയുമ്പം ഏതൊക്കെ ഭാഗമായി? ഈ ക്യൂബോർഡിൻ്റെ എല്ലാ വശവുമായി. അത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡ് എന്ന് ഞാനിവിടെ എഴുതി വെച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഭാഗമായി, ദ ലാറ്ററൽ സർഫസായി, ദ മുകൾ ഭാഗമായി. പക്ഷേ അത്രയും ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡിന് എഴുതിയെന്ന് ഒരു സാധനം സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഏത് ഭാഗം പെയിൻ്റ് അടി? ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗവും പെയിൻ്റ് അടിക്കാൻ പറ്റണം ക്യൂബോർഡിൻ്റെ. പക്ഷേ അതിൽ നിന്നും ഒരു ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. ഏത് ഭാഗം? ഈ മുകളിലുള്ള ഈ സർക്കുലർ, അതായത് ഈ ഹെമിസ്ഫിയറിൻ്റെ ബേസ് ആയിട്ടുള്ള സർക്കുലാർ വരുന്ന പോർഷനില്ലേ, ആ സർക്കിൾ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ. പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത ഭാഗം സബ്ട്രാക്ട് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ മൈനസ്, സബ്ട്രാക്ഷൻ, മൈനസ്. ഏത് ഭാഗം അത്? ഏത് ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റാത്തത്? ഏത് റീജിയനെ പെയിൻ്റ് അടിക്കാൻ പറ്റാത്തത്? ഹെമിസ്ഫിയർ ഇരിക്കുന്ന ഭാഗം. ഹെമിസ്ഫിയർ ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അല്ലേ? ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അല്ലേ? കാരണം ഇത് ബേസാണല്ലോ ഹെമിസ്ഫിയറിൻ്റെ. ആ ബേസിൻ്റെ ഏരിയ അല്ലേ പെയിൻ്റ് അടിക്കാൻ പറ്റത്. അപ്പോൾ അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളയുക. മൈനസ് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ വിൽ ഗീവ് യു ദ റിക്വയർഡ് സർഫസ് ഏരിയ. വൺസ് അഗൈൻ ലെറ്റ് മീ കം ടു ദ പോയിന്റ് once again. So once again, required surface area. I need required surface area of this toy. So when I'm thinking, you just start thinking about hemisphere. This hemispherical portion is very simple to paint because its caved surface area can be easily painted without any doubt. So required surface area, caved surface area of hemisphere വന്നു. Any doubt? No doubt in that. Then ഇനി എനിക്ക് ഏത് ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റും? താഴെയുള്ള. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ പോർഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് വേണ്ടത് താഴെയുള്ള ക്യൂബോർഡിൻ്റെ പോർഷനാണ്. ഈ ക്യൂബോർഡിൻ്റെ ഞാൻ എന്ത് ചെയ്തു? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡിന് എഴുതി. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈ ക്യൂബോർഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എനിക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. ടോട്ടൽ സർഫസ് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അടിയും മുകളും എല്ലാം പെയിൻ്റ് അടിക്കണം. പക്ഷേ അത്രയും പറ്റുമോ? ഇല്ല. കാരണം മുകളിൽ ഹെമിസ്ഫിയർ ഉണ്ട്. ആ ഹെമിസ്ഫിയർ ഇരിക്കുന്ന പോർഷൻ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോർഡിന് എഴുതിയാൽ കുഴപ്പമില്ല.
അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡിൽ ഏത് പോർഷൻ വരില്ല അത് സബ്ട്രാക്ട് ചെയ്യുക. അതായത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് മൈനസ് ഏത് പോർഷനാണ് വരാത്തത്? ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബോയിഡിൻ്റെ മുകൾ ഭാഗത്തെ പോർഷൻ മൊത്തം പെയിൻ്റ് അടിക്കാതിരിക്കും, ഇല്ല, മുകൾ ഭാഗത്തെ പോർഷനിൽ കുറച്ച് ഭാഗം പെയിൻ്റ് അടിക്കും. അപ്പം മുകൾ ഭാഗത്തെ പോർഷനിൽ ഏത് ഭാഗമാണ് പെയിൻ്റ് അടിക്കാൻ പറ്റാത്തത്? ഈ ഹെമിസ്ഫിയറിൻ്റെ താഴെയുള്ള സർക്കുലാർ ആ റീജിയൻ, ഹെമിസ്ഫിയറിൻ്റെ താഴെ എത്ര മാത്രം സർക്കിളിൻ്റെ പോർഷൻ ഉണ്ടോ അത്രയും മാത്രം പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞത്. സബ്ട്രാക്ട് ചെയ്ത് കളയുന്ന സാധനത്തിൽ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നുകൂടെ പറയുന്നത്, എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ മുഖം കാണുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. റിക്വയർഡ് സർഫസ് ഏരിയയിൽ കേവ്ഡ് സർഫസ് ഏരിയ ഹെമിസ്ഫിയർ എന്തായാലും പെയിൻ്റ് അടിക്കാൻ പറ്റും വിത്തൗട്ട് നോ ഡൗട്ട്. ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, മനസ്സിലാക്കുക വേഗം. കേവ്ഡ് സർഫസ് ഏരിയ ഹെമിസ്ഫിയർ നമുക്ക് പെയിൻ്റ് അടിക്കാം, നോ ഡൗട്ട്. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ്, താഴെയുള്ള ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ ഞാൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എന്ന് എഴുതുന്നു, പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത റീജിയൻ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി, മൈനസ് പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത ഭാഗം ഞാൻ സബ്ട്രാക്ട് ചെയ്ത് കളയാൻ പോകുന്നു. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബോയിഡിൽ എല്ലാ സർഫസും പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബോയിഡ് ഞാൻ എഴുതുന്നു, എന്നിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത ഭാഗം സബ്ട്രാക്ട് ചെയ്ത് കളയുന്നു, മൈനസ്. ഏതാണ് പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത ഭാഗം ഉള്ളത്? നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗം ഏതാണ്? ഈ ക്യൂബോയിഡിൻ്റെ ഈ ഹെമിസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ എഴുതിയത് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ, ദിസ് സിറ്റുവേഷൻ ഈസ് വെരി ക്ലിയർ. ആൻഡ് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് വോളിയം. ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് വോളിയം, നോ പ്രോബ്ലം. വോളിയം കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, അവിടെയുണ്ട് ഇവിടെയുണ്ട് ഒന്നും നോക്കണ്ട. കാരണം ഈ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അല്ലെങ്കിൽ ഈ സാധനം ഉദാഹരണത്തിന് ഈ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ എത്ര വായുണ്ട്, ഈ സാധനത്തിൻ്റെ ഉള്ളിൽ എത്ര വായുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എത്ര ആ മെറ്റീരിയലിൻ്റെ കണ്ടൻറ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എത്ര മെറ്റീരിയലിൻ്റെ കണ്ടൻറ് ഉണ്ട്, അതും ഇതിൻ്റെ ബേസുമായിട്ട് ബന്ധമുണ്ടോ? ഈ ബേസ് എന്നൊക്കെ പറയുന്നതും ഇതിൻ്റെ ഒക്കെ പുറം ഭാഗമായിട്ട് ബന്ധമല്ലേ. വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് വോളിയം കാണാൻ നേരത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് ക്യൂബോയിഡ് പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ, എനഫ്, നത്തിങ് ടു സബ്ട്രാക്ട്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി തരാം. ഇതുണ്ടാക്കുന്നത് ഒരു മെറ്റീരിയൽ ഉണ്ട്, ഇതുണ്ടാക്കുന്നത് ഒരു മെറ്റീരിയൽ, ഇതിലെന്തൊക്കെയോ കണ്ടൻറ് ഉണ്ട്. അപ്പം വോളിയം എന്ന് പറയുന്നത് ഇതിൽ എത്ര കണ്ടൻറ് ഉണ്ട്, ഇതിൽ എത്ര കണ്ടൻറ് ഉണ്ടെന്നാണ്. അത് ഇതിൻ്റെ വോളിയം കൂടെ ആഡ് ചെയ്താൽ പോരെ. അല്ലാണ്ട് ഇതിൻ്റെ അടിഭാഗം ഇതിൻ്റെ മുകളിൽ ചേർന്ന് നിൽക്കുകയാണ്, അപ്പം വോളിയത്തിന് ഇതിലും കുറവോ കൂടുതലോ വരുമോ? ഇല്ല. കാരണം നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര വായുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എത്ര വായുണ്ട്, അതും ഇവ തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ പോർഷൻ കാണാൻ പറ്റില്ല. അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കാരണം വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റാണ്. അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മൾ ആഡ് ചെയ്താലും ഇതിങ്ങനെ ഒരുമിച്ച് വെച്ച് ആഡ് ചെയ്താലും രണ്ടിൻ്റെയും കണ്ടൻറ്റ് ആഡ് ചെയ്താൽ നമുക്ക് സംഭവമായി. സപ്പോസ് ഇത് രണ്ടും ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ടോട്ടൽ വോളിയം എന്താ? വോളിയം ഓഫ് ദിസ് പ്ലസ് വോളിയം ഓഫ് ദിസ്. ആൻഡ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ടോട്ടൽ വോളിയം എന്താ? വോളിയം ഓഫ് ദിസ് പ്ലസ് വോളിയം ഓഫ് ദിസ്. ഇൻ ദ കേസ് ഓഫ് വോളിയം ദർ ഇസ് നോട്ട് need of any confusion. Total volume is nothing but volume of hemisphere plus volume of cuboid. There is no doubt in that. But when you calculate surface area, it is related with the surface. It is related with the visible surface. Then this kind of adjustment is needed. And I think almost situations we discussed. ഓൾമോസ്റ്റ് എന്നല്ല, ഒരു ഐഡിയ ആയി നിങ്ങൾക്ക്. ഒരുപാട് പ്രോബ്ലം ഉണ്ട്, എല്ലാ സിറ്റുവേഷനും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലി ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐഡിയ ആയല്ലോ അല്ലേ? ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ. ഓക്കെ, ആൻഡ് ഷാൽ വി ഗോ ഔട്ട് ആൻഡ് ഐ ആം ഗോയിങ് ടു we have to go for an experiment. Let me try for an experiment. I will show you an experiment in front of you. Shall we go for that? Yes, come with me. So I have to go out. Shall we? Yes. കുറേ നേരം നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആ ആപ്ലിക്കേഷൻ ട്രിഗ്നോമെട്രിയിലെ മറ്റേ ടവർ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്, റൂമിൻ്റെ പുറത്തോട്ട്. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടില്ലല്ലോ, നമുക്കൊന്ന് പുറത്ത് വിട്ടിരാം. ഓക്കെ. ഇതാണ് അന്ന് കണ്ട ടവർ. എൻ്റെ വീടിൻ്റെ പുറകു ഭാഗമാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ ആടുകളാണ് നിൽക്കുന്നത്. തോട് എല്ലാം ഉണ്ട്. പ്രകൃതി സൗന്ദര്യത്തിന് ഒരു ക്ഷാമമില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നമ്മൾ തോട് കാണാനല്ല വന്നത്, നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇതാണ്. ഇതൊരു കപ്പാണ്, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതാ കപ്പിൽ നിറയെ വെള്ളമുണ്ട്. ഇതാ വെള്ളത്തിൻ്റെ വേവ്സും കാണാമല്ലോ അല്ലേ? യെസ്. ഇനി എൻ്റെ കയ്യിൽ 2 കോട്ടി അല്ലേ, കോട്ടി എന്നല്ല പറയാം. യെസ്, 2 കോട്ടിയുണ്ട്.
സ്റ്റോൺ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോട്ടിയ സ്റ്റോൺ എന്തെങ്കിലും. ഇതിൻ്റെ രണ്ടിനും പ്രത്യേകത, രണ്ടിനും ഈക്വൽ വോളിയംസ് ആണ്. അല്ലെങ്കിൽ ബുള്ളറ്റാണെന്ന് വിചാരിച്ചോ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഏതൊരു പ്രോബ്ലം ഉണ്ട്, ബുള്ളറ്റ്സ്, തോക്കിൻ്റെ ബുള്ളറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്റ്റോൺ എന്തായാലും എന്തൊക്കെയാണെങ്കിലും ഉള്ളത് എത്ര എണ്ണം ഉണ്ടോ, അതിനിപ്പോൾ 2 എൻ്റെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഉള്ളൂ, എത്രയോ ഉണ്ടെന്ന് വിചാരിക്കുക എൻ്റെ കയ്യിൽ, എല്ലാത്തിൻ്റെയും വോളിയം സെയിം ആണ്. എന്താണ് വോളിയം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ എത്ര കണ്ടൻറ്റ് ഉണ്ടോ അതേപോലെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലും അതേ കണ്ടൻറ്റ് ഉണ്ട്. 2 സാധനത്തിനുള്ള ഒരേ കണ്ടൻറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരേ വോളിയമുള്ള കുറച്ച് സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ എടുത്തിട്ട് എന്താക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നിറയെ വെള്ളമാണെന്ന് വിചാരിക്കണേ. ഇത് നിറയെ എന്താണ്, വെള്ളമാണ്, നിറഞ്ഞ് നിൽക്കുകയാണ് വക്ക് വരെ. ഞാൻ ഈ കോട്ടി ഇതിൻ്റെ ഉള്ളിലോട്ടിടുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പം വെള്ളം പുറത്ത് പോയില്ല. അപ്പോൾ 2 കൂടെ ഇടണം. ഇനി കോട്ടിയില്ല, മോൻ ഉറങ്ങുവാണ്, ഇനി അവനോട് ചോദിക്കേണ്ടി വരും കോട്ടി എവിടെയാണ്. ഇപ്പോൾ തൽക്കാലം ഞാനൊരു കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ അതേ വോളിയമാണ് ഇതിനെന്ന് വിചാരിക്കുക. ഓക്കെ, കല്ലും കൂടി ഇട്ടുന്നു. വെള്ളം പുറത്ത് പോകുന്നു. എന്തുകൊണ്ടാണ് വെള്ളം പുറത്ത് പോയത്? ഷിബിൻ സാർ ഇട്ടുകൊണ്ടാണോ? നിങ്ങളിട്ടാലും വെള്ളം പുറത്ത് പോകും. എന്തുകൊണ്ടാണ് വെള്ളം പുറത്ത് പോയത്? അതിൽ സയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? സയൻസിന് എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ബാക്കി എല്ലാ വിഷയത്തിനും മാർക്ക് നല്ലപോലെ ഉണ്ട്, എല്ലാത്തിനും കുറവായിരുന്നു. എന്തുകൊണ്ടാണ്? കം ടു ദ പോയിൻറ്റ്. എന്തുകൊണ്ടാണ് ഈ കല്ല് ഇതിൻ്റെ ഉള്ളിലിട്ടപ്പോൾ വെള്ളം പുറത്ത് പോയത്? കാരണം ഈ കല്ലിനൊരു വോളിയമുണ്ട്. ഈ കല്ല് വെള്ളത്തിൻ്റെ ഉള്ളിലോട്ടിടുമ്പം ആ കല്ലിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കല്ല് ആ വെള്ളത്തിൽ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതായത് കല്ല് വെള്ളത്തിലിടുമ്പം ആ കല്ലിന് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കണമല്ലോ. ആ നിൽക്കണമെങ്കിൽ ഒരു സ്പേസ് വേണം. ആ സ്പേസ് കല്ല് ക്രിയേറ്റ് ചെയ്യും. എങ്ങനെ? കല്ലിന് എത്ര വോളിയമാണോ അത്രയും വോളിയം വാട്ടർ കല്ല് പുറത്തോട്ട് തള്ളും. അങ്ങനെയാണ് വെള്ളം പുറത്തു വന്നത്, അല്ലേ? അല്ലാണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു സാധനം ഇടുമ്പോൾ വെള്ളം പുറത്തു വരാനുള്ള കാരണം അതാണ്. എത്രയാണോ നമ്മൾ ഇടുന്ന സാധനത്തിൻ്റെ വോളിയം, ആ സെയിം വോളിയം വാട്ടറാണ് പുറത്ത് വരുന്നത്. ഇപ്പോൾ ഞാൻ 3 സാധനമല്ലേ ഇട്ടത്, ആ 3 സാധനത്തിൻ്റെ ടോട്ടൽ വോളിയം എത്രയുണ്ടോ അത്രയും വെള്ളമാണ് പുറത്ത് വന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു കോട്ടി ഇടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളമാണ് പുറത്ത് വരിക. കാരണം എന്താ? ഒരു കോട്ടിക്ക് കുറഞ്ഞ വോളിയം ഉള്ളൂ. അപ്പോൾ ആ കോട്ടിയുടെ അതേ ഈക്വൽ വോളിയം വെള്ളം പുറത്ത് വരും. ഇപ്പോൾ 2 കോട്ടിയാണ് ഞാൻ ഇടുന്നതെങ്കിൽ 2 കോട്ടിക്ക് എത്ര വോളിയം ഉണ്ടോ അതേ ഈക്വൽ വോളിയം. ഇപ്പോൾ ഉദാഹരണത്തിന് 3 കോട്ടി ഇപ്പോൾ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരു കോട്ടീന് 10 വോളിയെങ്കിൽ 10, 10, 20, 30. ഇപ്പോൾ പുറത്ത് വന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? 30 വോളിയം ആണ് വെള്ളം പുറത്ത് വന്നത്. അതായത് എന്താ ഇപ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റുക? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വോളിയം ഓഫ് stones will be equal to the volume of water came out. I think you get me, no? Okay. So this is it. അപ്പം നമുക്ക് മനസ്സിലായല്ലോ, ആ ഒരു കേസ് മനസ്സിലായല്ലോ. ആ കേസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ട്രിഗ്നോമെട്രി വന്നത് മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലായേ? എത്ര സ്റ്റോൺസ് നമ്മളിട്ടോ ആ സ്റ്റോൺസിൻ്റെ വോളിയം എത്രയാണോ അതേ സെയിം വോളിയമാണ് എത്രയാണോ വാട്ടർ പുറത്ത് വന്നത്, അത് ഇട്ടതിൻ്റെ അതേ വോളിയമാണ് പുറത്ത് വന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് എഴുതി വയ്ക്കാമല്ലോ. ഓക്കെ, സി ഐ ഹാവ് ഡ്രോൺ എ ഫിഗർ. Okay, I have drawn a figure here and see ചാർജിങ്ങിലാണ് ഫോൺ, അതാണ്. ഓക്കെ, I have drawn a figure here and see this is the situation and so you can give a side heading what dropping some bullets on a full filled bucket. ഇത് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ അല്ലേ? ഡ്രോപ്പിംഗ് സം ബുള്ളറ്റ്സ് ഓൺ എ ഫുൾ ഫിൽഡ് ബക്കറ്റ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എഴുതുക? ഇതാണ്, ദിസ് ഈസ് ദ കേസ്. സോ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എമൗണ്ട് ഓഫ് water came out will be equal to the total volume of bullets or bullets has put in water എന്നൊക്കെ പറയും. has thrown in water, isn't it? Thrown in water. So to amount of water or volume, what is amount of water? Volume of water, isn't it? Volume of water came out will be equal to the total volume of bullets has thrown in water, isn't it? This is the observation and we will solve there is a question by relating this case, and anyway you understood the concept, no? And this problem solving is very simple. Okay, so this is the last concept. Okay, നിങ്ങൾ വിചാരിക്കും അയാൾക്ക് കുറേ കാലുണ്ടോ എന്ന്. ഇത് കുറേ കാലുള്ള ആൾ, ഇത് സ്റ്റൂളാട്ടെ വരച്ചത്, ഇയാൾക്ക് സ്റ്റൂളിൽ ഇരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് യു ഗെറ്റ് മീ, നോ? വോളിയം ഓഫ് വാട്ടർ കെയിം ഔട്ട് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ വോളിയം ഓഫ്
the bullets which was thrown in the water, isn't it? So these are the things. Please watch the video well. Just watch it once enough, but you have to watch carefully by understanding, by grasping all the concept which I have discussed with you. I think this video becomes a very interesting for you. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടും വീഡിയോ എടുക്കാൻ എനിക്കറിയാം. ഓക്കെ, സോ ഇറ്റ് ഇസ് എ റൈറ്റ് ടൈം. സോ ഐ വിൽ നോട്ട് സേ യു ഹാവ് ടു learn well and practice well. I know that you are going to do that. So without saying all those things, shall we wind up? So take care, bye bye, and let me tell you one thing, a very very important thing. Miss you all. Thank you, bye.